ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മൾ കാണുന്നത് യോസേപ്പ് പിതാവും മാതാവും കൂടി ഈശോയെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കാനായിട്ട് പോകുന്ന അവിടെ അന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകയുണ്ട്. അവളെക്കുറിച്ച് ബൈബിൾ പറയുന്ന അവൾ വിധവയാണ്. അവൾ 7 വർഷക്കാലം മാത്രമാണ് ഭർത്താവിനോട് അവൾക്ക് ജീവിക്കാനായിട്ട് സാധിച്ചത്. ഇന്ന് അവൾക്ക് 84 വയസ്സുണ്ട്. അവൾ ദേവാലയത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞുകൂടാണ്. അവളുടെ ഒരു പ്രത്യേകത, അവളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യം അവൾക്ക് ഈശോയെ കാണാനും പ്രവചിക്കാനും സാധിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ എപ്പോഴെങ്കിലും ഈശോയെ കാണാനും അവൻ്റെ ഇതനുസരിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കുന്നുള്ളൊരു ഒരു 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 അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത് അവൾ പറഞ്ഞു വരുന്നൊരു പാഠം എന്നാണെന്നറിയോ? അവൾ പരാതി കൂടാതെ ദൈവത്തെ കാത്തിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തോരം പരാതികളാണ് നമ്മൾ ഓരോ ദിവസവും പറയുന്നത്, അല്ലേ? നമ്മുടെ കൂട്ടുകാരെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്, നമ്മുടെ കൊളീഗ്സിനെ കുറിച്ച്, നമ്മൾ അവരത് ചെയ്തു തന്നില്ല, ഇത് ചെയ്തു തന്നില്ല, അങ്ങനെ എന്നോട് പെരുമാറായിരുന്നല്ലോ, അല്ലേ? ഈ പരാതികളൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു തരത്തിലുള്ളൊരു യാചനയല്ലേ നമ്മളവിടെ നടത്തുന്നത്, അല്ലേ? ഇങ്ങനെ എനിക്ക് ചെയ്തു തരണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു റിക്വസ്റ്റിലൂടെ നമുക്ക് കിട്ടുന്ന നമുക്ക് റെസ്പെക്റ്റ് കൊണ്ട് എന്തെങ്കിലും അത് നിലനിൽപ്പുണ്ടോ? ഇല്ല. നമുക്കൊരു തീരുമാനം എടുത്താലോ, ഇനി ഞാൻ പരാതി പറയില്ല, പരാതി പറയാതെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ പരിശ്രമിക്കുക. അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് മനസ്സമാധാനം കിട്ടും. 2, ഈ പരാതി പറയാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സമാധാനം കിട്ടും. നമുക്ക് ഇന്നൊരു തീരുമാനം എടുത്താലോ, ഇന്ന് ഒരു ദിവസം ഞാൻ ആരെക്കുറിച്ചും പരാതി പറയില്ല, ആരെക്കുറിച്ചും കുറ്റം പറയില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുത്താലോ? അങ്ങനെ എടുക്കാനായിട്ട് പറ്റുന്ന ഉറപ്പുള്ളവർ ഒരു തംസപ്പ് അടിച്ച് ഇവിടെ കമൻറ്റ് ബോക്സിൽ. താങ്ക് യു.